الله من الشيطان الرجيم بسم الله الرحمن الرحيم حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيلتي أدركني يا رسول الله اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യ നിധികളായ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളൊക്കെ കരകയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. റജബിലും ഷാബാനിലും നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ എത്തുകയും പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിക്കുവാനും ഇബാദത്തുകൾ ധന്യമാക്കാനും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ. പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. റമളാനിൽ ഇബാദത്തുകൾ ചെയ്ത് പരിശുദ്ധമായ ഖുർആനുകൾ പാരായണം ചെയ്ത് ദിക്റുകളും സലാത്തുകളുമായി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ അഴുക്കുകളിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്നവർ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫാഹ് നൽകുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ വിദേശത്തും സ്വദേശത്തൊക്കെ കച്ചവടം ചെയ്യുന്നവർ, പല കൃഷികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നമ്മൾ അറിയാതെ ചെയ്യുന്ന നിഅമത്തുകളാണ്, നന്മകളാണ് ലൈക്കും ഷെയറും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ അറിവായിരിക്കാം ഇത്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകളുടെ മഹത്വങ്ങളും അതിലുള്ള ആയത്തുകൾ എന്തിനൊക്കെയാണ് ഈ സൂറത്ത് ഉപകാരപ്രദമാവുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഖുർആനിക ചികിത്സ എന്നാണ്, ഖുർആൻ കൊണ്ടുള്ള ചികിത്സ. ഇത് നാളെ നമുക്ക്, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും.
ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സൂറത്ത് 8-ാമത്തെ അധ്യായമാണ്, സൂറത്ത് അൻഫാൽ. സൂറത്തുൽ അൻഫാൽ ഈ സൂറത്തുൽ അൻഫാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ അൻഫാൽ സൂറത്തും തൗബ സൂറത്തും ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ ഓതുന്നവന് വേണ്ടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിൽ ശുപാർശകനായി വരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ജയിൽ മോചിതനാവാൻ വേണ്ടി 7 പ്രാവശ്യം സൂറത്തുൽ അൻഫാൽ പാരായണം ചെയ്താൽ, നിത്യവും 7 പ്രാവശ്യം സൂറത്തുൽ അൻഫാൽ പാരായണം ചെയ്താൽ അവൻ ജയിൽ മോചിതനാകും. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും മോചനം നൽകാൻ സൂറത്തു അൻഫാൽ 10-ാമത്തെ ആയത്ത് ഓതിയാൽ ശത്രുവിൽ നിന്നും മോചനം ലഭിക്കുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അർശിനെ ചുമക്കുന്ന മലക്ക് പാപമോചനത്തിന് അപേക്ഷിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്മകൾ ചെയ്യാൻ അറിവുകൾ പഠിച്ചിട്ടും നന്മകൾ ചെയ്യാത്തവൻ ഉപ്പ് ചേർക്കാത്ത ഗോതമ്പ് റൊട്ടിയിൽ എഴുതി അതുകൊണ്ട് നോമ്പ് തുറന്നാൽ നന്മകൾ ചെയ്യുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാജത്തുകൾ വീട്ടുവാൻ ഈ സൂറത്തിനെ 7 പ്രാവശ്യം മോദി ഹാജത്തിനെ തേടിയാൽ വീട്ടപ്പെടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.